പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ് ഓർ പെനാൽറ്റി മേക്കിംഗ് പാരന്റ്. ഹലോ, വറി ഫ്രീ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സാമ്പത്തിക പ്ലാനിങ്ങിലും ഇൻഷുറൻസിലുമുള്ള വിശ്വസ്ത ഉപദേശക ഞാൻ ജയശ്രീ ഗോവിന്ദൻ. ഇന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു വിഷയം, നിങ്ങൾ ലാഭമുണ്ടാക്കുന്ന മാതാപിതാക്കളാണോ പിഴയിടുന്ന മാതാപിതാക്കളാണോ? മാതാപിതാക്കളായിരിക്കുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മികച്ചത് നൽകാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ അവരുടെ ഭാവിയെ പിന്തുണയ്ക്കുന്നതിനായി ശരിയായ സാമ്പത്തിക തീരുമാനമാണോ എടുത്തിരിക്കുന്നത്? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം, എത്രയും നേരത്തെ ആരംഭിക്കുക എന്നുള്ളതാണ്. വളരെ വേഗം ആരംഭിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കൊന്ന് നോക്കാം. പല മാതാപിതാക്കളും അവരുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ വൈകാറുണ്ട്. ഈ താമസം കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീസ് നൽകാനുള്ള സമയമെത്തുമ്പോൾ സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കും. ആരംഭം എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നത് സംയോജിത പലിശയുടെയും മറ്റ് പ്രയോജനങ്ങളും നേടാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ സംരക്ഷണം കാലക്രമേണ വളരെ കൂടുതലാക്കുകയും ചെയ്യും. നിങ്ങൾ അത്തരം ലാഭമുണ്ടാക്കുന്ന ഒരു മാതാപിതാക്കളാണോ, അല്ലെങ്കിൽ കാലതാമസം നേരിടുന്ന മാതാപിതാക്കളാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. നമ്മളൊരു സാമ്പത്തികമായ ഒരു ഉന്നതി നേടിയില്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സമയത്ത് വളരെയധികം സാമ്പത്തികമായും മാനസികമായും സമ്മർദ്ദം ഉണ്ടാകും. അന്നേരം നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക എന്നുള്ളതാണ്. ഈ എഡ്യൂക്കേഷൻ ലോൺ എടുത്താൽ നമ്മൾ എടുക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതും കുട്ടികളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി നേടിയതിന് ശേഷമായിരിക്കും ഇതിൻ്റെ EMI അടയ്ക്കാൻ തുടങ്ങുന്നത്. അത്തരം ഒരു കുട്ടി വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ജോലി എടുക്കുന്നത് മുഴുവൻ ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്ലാൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ കുട്ടിക്കും അത് മാനസികമായ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒന്നല്ലേ. ഇനി അടുത്ത ഒന്ന്, വിദ്യാഭ്യാസ ചെലവുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ ചെലവുകൾ ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ട്യൂഷൻ ഫീസ്, പുസ്തകം, താമസം, മറ്റ് ചെലവുകളൊക്കെ കൂടുതൽ വന്നാൽ അത് വളരെ വേഗത്തിൽ കൂടിക്കൂടി വരികയുമാണ്. ഇന്നുള്ള വിദ്യാഭ്യാസ ചെലവല്ല ഒരു 10 വർഷമോ 20 വർഷമോ കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടിക്ക് 20 വർഷം കഴിഞ്ഞ് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇന്നേ നമ്മൾ പ്ലാൻ ചെയ്ത് അതിലേക്ക് വലിയ ഒരു എമൗണ്ട് നമ്മൾ സംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉറപ്പുള്ള പദ്ധതി ഇല്ലാതെ ഈ ചെലവുകൾ ഭാരം കൂടും. പ്രതീക്ഷിക്കുന്ന ചെലവുകൾ ഗവേഷിക്കുക, യാഥാർത്ഥ്യപരമായ ബഡ്ജറ്റ് തയ്യാറാക്കുക. നിങ്ങൾ തയ്യാറായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാവി ചെലവുകൾ കുറച്ച് കാണുന്ന ഒരു പാരന്റ് ആണോ നിങ്ങൾ? അടുത്തത്, ശരിയായ സംരക്ഷണ പദ്ധതി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. എല്ലാ സംരക്ഷണ പദ്ധതികളും തുല്യമല്ല. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയ്ക്കും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ പദ്ധതി തിരഞ്ഞെടുക്കുന്നത് ആവശ്യമാണ്. PPF, പരമ്പരാഗത സംരക്ഷണ അക്കൗണ്ടുകൾ പോലുള്ള ഓപ്ഷനുകൾക്ക് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഇത് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ ഓപ്ഷനുകൾ പരിശോധിച്ച് മനസ്സിലാക്കുന്ന ലാഭമുണ്ടാക്കുന്ന മാതാപിതാക്കളാണോ, അതോ ഗവേഷണം ചെയ്യാതെ അവഗണിക്കുന്ന ഒരു മാതാപിതാവാണോ? നിങ്ങളുടെ നിക്ഷേപങ്ങളെ വൈവിധ്യമാർന്നതാക്കുക എന്നതാണ് അടുത്ത ഒരു കാര്യം. വൈവിധ്യമാർന്നതാക്കൽ ഒരു ശക്തമായ സാമ്പത്തിക പദ്ധതിയുടെ കീയാണ്. ഒരു തരം നിക്ഷേപത്തിൽ മാത്രം ആശ്രയിക്കുന്നത് റിസ്ക് കൂടുതൽ ഉണ്ടാക്കും. സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നത് വ്യാപിപ്പിക്കുക. അതുപോലെ നല്ല ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാനുകൾ എടുക്കുന്നതും നല്ലതാണ്. അപകടം കുറയ്ക്കാനും ലാഭം പരമാവധി ചെയ്യാനും ഇത് സഹായിക്കും. നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്ഥിരതയുള്ള വളർച്ച ഉറപ്പാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാ മുട്ടകളും ഒരൊറ്റ ബാസ്ക്കറ്റിൽ വയ്ക്കുന്ന പാരന്റ് ആണോ നിങ്ങൾ? അടുത്തത് പുനഃപരിശോധനയും ക്രമീകരണമാണ്. ജീവിതം ഡൈനാമിക് ആണ്, അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക പദ്ധതിയും ആയിരിക്കണം. സ്ഥിരമായി പുനഃപരിശോധിച്ച് പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പദ്ധതി ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. അത് നിങ്ങളെ ശരിയായ പാതയിൽ തുടരാനായിട്ട് സഹായിക്കും. വരുമാനം വർദ്ധിക്കുന്നത്, ചെലവുകൾ മാറുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ മാറുന്നത് പുനഃപരിശോധനയ്ക്ക് ആവശ്യമാണ്. നിങ്ങൾ സജീവമായിട്ടാണോ നിങ്ങളുടെ പദ്ധതിയെ കൈകാര്യം ചെയ്യുന്നത്, അതോ അവോയ്ഡ് ചെയ്തിരിക്കുകയാണോ എന്ന് ഒന്ന് പുനഃപരിശോധിക്കുക. സാധാരണ പിഴവുകൾ ഒഴിവാക്കുക. ചില സാധാരണ പിഴവുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പ്രധാന പിഴവ് എന്ന് പറയുന്നത് നിങ്ങളുടെ പെൻഷൻ സംരക്ഷണങ്ങളിൽ നിന്ന് പണം കടമെടുക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഭാവി സാമ്പത്തിക സുരക്ഷിതത്തെ അപകടത്തിലാക്കും. മറ്റൊരു പിഴവ് സ്കോളർഷിപ്പും സാമ്പത്തിക സഹായവും ഒക്കെ പരിഗണിച്ച് നിൽക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സ്കോളർഷിപ്പ് ആ സമയത്ത് കുട്ടിക്ക് കിട്ടാതെ വന്നേക്കാം, അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആ കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ വന്നേക്കാം. ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ തുകയിൽ നിന്ന് നമ്മൾ പിൻവലിച്ച് കുട്ടിയുടെ വിദ്യാഭ്യാസം നടത്താൻ പോയാൽ നമ്മളുടെ പെൻഷൻ കാലഘട്ടം വളരെ ബുദ്ധിമുട്ടുള്ളതാക്കും. നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ എമൗണ്ടിൽ കുറവ് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ സാമ്പത്തികമായ
സാമ്പത്തികമായുള്ള ഭാരം ഉണ്ടാക്കും. ഈ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ലഭ്യമായ എല്ലാ ഓപ്ഷനും നമ്മൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഈ പിഴവുകൾ അറിയാമോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ അവയിൽ വീഴുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസ പ്ലാനിൽ നിങ്ങൾ ലാഭമുണ്ടാക്കുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ പിഴയിടുന്ന മാതാപിതാക്കളോ എന്ന് തീരുമാനിക്കാം. മുൻകൂർ അറിവുള്ള പ്ലാനിംഗ് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഭാവിയെ ഉറപ്പാക്കാനുള്ള ഒരു കീയാണ്. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്തെ പരിരക്ഷിക്കാനും കഴിയും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് മാതാപിതാക്കളുമായി പങ്കിടുക. വ്യക്തിപരമായ ഉപദേശം നൽകാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. വരും ദിവസങ്ങളിൽ മറ്റൊരു എപ്പിസോഡിൽ കാണാം. ജയശ്രീ ഗോവിന്ദൻ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും സമ്പന്നവും സുരക്ഷിതവുമായ ഭാവി ആശംസിക്കുന്നു. ബൈ.